കഴിഞ്ഞ 18-നും 19-നും ഇടയിലാണ് സിദ്ദിഖിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. 19-ന് ഉച്ചയ്ക്ക് ശേഷമാണ് മൃതദേഹഭാഗങ്ങൾ അടങ്ങിയ ട്രോളി ബാഗുകൾ ഹോട്ടലിൽ നിന്നും കാറിൽ കൊണ്ടുപോയതെന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതേസമയം ഹോട്ടലിൽ മുറിയെടുത്തതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ദുരൂഹത തുടരുകയാണ്. കഴിഞ്ഞ 18-ാം തീയതിയാണ് സിദ്ദിഖ് എരഞ്ഞിപ്പാലത്തെ ഹോട്ടലിൽ മുറിയെടുത്തത്. അന്ന് വൈകിട്ട് 4:30യോടെയാണ് ഒളവണ്ണയിലെ സ്വന്തം ഹോട്ടലിൽ നിന്നും സിദ്ദിഖ് പോയതെന്നാണ് ഹോട്ടൽ ജീവനക്കാരുടെ മൊഴി. അന്ന് തന്നെയാണ് ഷിബിലിയെ ഹോട്ടലിലെ ജോലിയിൽ നിന്നും സിദ്ദിഖ് പിരിച്ചുവിട്ടത്. ഇതിനുശേഷമാണ് സിദ്ദിഖ് ഹോട്ടലിൽ നിന്നും പോയത്. മൂപ്പര് ഇവിടുന്ന് നാട്ടിൽ പോയിട്ട് 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന് വ്യാഴാഴ്ചയാണ് ഇവിടെ തിരിച്ചു വന്ന്. വ്യാഴാഴ്ച തിരിച്ചു വന്ന് മൂപ്പര് ഒരു പണിക്കാരനെ ഒഴിവാക്കാനുണ്ടായിരുന്നു. ഷിബിലി പറഞ്ഞ ആളായിരുന്നു ഇവിടെ പണിക്കാനുണ്ടായിരുന്നത്, സപ്ലൈക്ക് ഉണ്ടായിരുന്നത്. മൂപ്പര് ഒഴിവാക്കാൻ വേണ്ടി വന്ന് മൂപ്പര് ഒഴിവാക്കി. ഒരു ഉച്ചക്ക് 1 മണിക്ക് ശേഷം ഒഴിവാക്കി ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുതലാളി ഇവിടുന്ന് മുതലാളിയുടെ കാർ എടുത്തിട്ടാണ് പോയതാണ്. പിന്നെ ഒരു 4:30 മണിക്കാൻ വിളിച്ചപ്പോൾ മൂപ്പര് ഇവിടെ അല്ല. പിന്നെ അതിൻ്റെ ശേഷം രാത്രി 9:30 മണിക്ക് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ്. എരഞ്ഞിപ്പാലത്തെ ഹോട്ടലിലെ G3, G4 എന്നീ നമ്പറുകളിലുള്ള 2 മുറികളാണ് സിദ്ദിഖിന്റെ പേരിൽ എടുത്തിരുന്നത്. ഇതിൽ G4 നമ്പറിലുള്ള മുറിയിൽ വെച്ചാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് കണ്ടെത്തി. 18-നോ 19-ന് രാവിലെയോ കൊലപാതകം നടന്നുവെന്നാണ് പോലീസ് നിഗമനം. കൊലയ്ക്ക് ശേഷം മൃതദേഹം 2 കഷ്ണങ്ങളാക്കിയ ശേഷം ട്രോളി ബാഗുകളിൽ ആക്കി പ്രതികൾ പുറത്തേക്ക് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. രണ്ടുപേർ ചേർന്ന് ട്രോളി ബാഗുകൾ കാറിന്റെ ഡിക്കിയിൽ കയറ്റുന്നതാണ് CCTV ദൃശ്യങ്ങളിലുള്ളത്. 19-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3:09-നും 3:19-നും ഇടയിലുള്ള സമയത്തായിരുന്നു ഇത്. സിദ്ദിഖിന്റെ ഉടമസ്ഥതയിലുള്ള കാറിലാണ് മൃതദേഹം കൊണ്ടുപോയത്. കൊലപാതകത്തിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.